Good morning, dear students. Good morning, my dear students. Today we will start a new lesson. New lesson ആണ് ട്ടോ. Good morning, Abel. Good morning. Some pictures are shown in the text. അല്ലേ? നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ, പേജ് നമ്പർ 193. പേജ് നമ്പർ 193. വെരി ഇൻട്രസ്റ്റിംഗ് ലെസൺ അല്ലേ? അല്ലേ? സ്റ്റോറീസ് ആണ് അല്ലേ? അല്ലേ? ഏതൊക്കെയാണ് സ്റ്റോറീസ്? നിങ്ങൾക്ക് അറിയത്തില്ലേ? അറിയത്തില്ലേ ഈ സ്റ്റോറികളൊക്കെ? അല്ലേ? എല്ലാവർക്കും തന്നെ പരിചയമായ സ്റ്റോറികളാണ് അല്ലേ? ഏതാണ് ഫസ്റ്റ് വണ്? ഫസ്റ്റ് വൺ ഈസ് ദ ഗ്രേപ്സ് ആർ സോർ. അല്ലേ? ദ ഗ്രേപ്സ് ആർ സോർ. മുന്തിരിക്ക് നല്ല പുളിയാണ് അല്ലേ? സെക്കൻഡ് വൺ ഈസ് ഏതാണ്? ദ ക്ലവർ റാബിറ്റ്. ദ ക്ലവർ റാബിറ്റ്. തേർഡ് വൺ ഈസ് ദ ഫോക്സ് ആൻഡ് ദ ക്രെയിൻ. ദ ഫോക്സ് ആൻഡ് ദ ക്രെയിൻ. ഫോർത്ത് വൺ ഈസ് ദ monkey's hurt. The monkey's hurt. Fifth one is the the hare and the tortoise. The hare and the tortoise. Understand? Then stories names. First one is the grapes are sour. ഒരു കുറുക്കൻ എവിടെ പോയി? കാട്ടിലൂടെ ഇങ്ങനെ ഒരിടത്തോട്ട് പോയായിരുന്നു. അതായത് നമുക്ക് പറയാം, ബന്ധു വീട്ടിൽ പോവുമായിരുന്നു. നേരെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോ കുറുക്കൻ എന്നാ പറ്റി? വിശന്നു അല്ലേ? വിശന്ന് കഴിഞ്ഞപ്പോ കയ്യിൽ എന്തേലും കരുതിയായിരുന്നോ? ദൂരത്തോട്ട് പോകുമ്പോ നമ്മൾ എന്തേലുമൊക്കെ വെള്ളവും ബിസ്ക്കറ്റൊക്കെ കരുതിയല്ലേ? അതേപോലെ കുറുക്കൻ ഒന്നും കരുതിയില്ല, കയ്യും വീശി അങ്ങ് പോയി. എന്നിട്ടോ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ കുറുക്കന് ഭയങ്കരമായിട്ട് വിശന്നു. വിശന്ന് കഴിഞ്ഞപ്പം ചുറ്റുവട്ടത്തൊന്നും നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല അല്ലേ? ഒന്നും കാണുന്നുണ്ട്? എന്തെങ്കിലും കണ്ടോ? ഇല്ല. കുറേ ദൂരം അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്താണ്, കുറേ മുന്തിരിക്കൊലകൾ കിടക്കുന്നത് കണ്ടു. മുന്തിരികൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ കുറുക്കന് ഭയങ്കര കൊതി അല്ലേ? വിശപ്പും കൂടി കൊതിയും വന്നു അല്ലേ? കുറുക്കൻ അങ്ങനെ ഓടിപ്പോയി മുന്തിരി തോട്ടത്തിലോട്ട് അങ്ങ് കയറി. എന്നിട്ട് ചാടി നോക്കി. ചാടിയാ കിട്ടുന്ന അല്ലേ? കുറേ നേരം ചാടിയിട്ട് എന്നാ പറ്റി? കുറുക്കന് മുന്തിരി കിട്ടിയോ? ഇല്ല അല്ലേ? കുറുക്കന് മുന്തിരി കിട്ടിയില്ല. കുറുക്കൻ എന്നാ പറ്റി? ഭയങ്കര സങ്കടവും നാണക്കേടൊക്കെ ആയി അല്ലേ? എന്നിട്ട് കുറുക്കൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? താൻ എന്തിനാ ഇങ്ങനെ ചാടുന്നത് അല്ലേ? ഞാൻ എന്തിനാ ഇങ്ങനെ ചാടുന്നത് അല്ലേ? ഈ മുന്തിരിക്ക് ഭയങ്കര പുളിയാന്ന് പറഞ്ഞു അല്ലേ? ഈ മുന്തിരിക്ക് ഭയങ്കര പുളിയാ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അല്ലാതെ ചാടിയിട്ട് കിട്ടാത്തത് കൊണ്ടല്ലേ? അതിന് ഭയങ്കര പുളിയായതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ അപ്പടി ആവശ്യനായിട്ട് നടന്നു പോയി. അതാണ് ദ ഗ്രേപ്സ് ആർ സോർ. അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ് വൺ റൈറ്റ് ഇൻ ടെക്സ്റ്റ് ബുക്ക്. ദ ഗ്രേപ്സ് ആർ സോർ. Take your pencil and write. Write neatly, all of you. Write. The grapes are sour. First one is the grapes are sour. Miss. Yes, Anamika. Please unmute, Anamika. What happened? Miss, എത്രാമത്തെ പേജാ? Page number 193. 193. Miss, എന്താ ഫസ്റ്റ് എഴുതണ്ടേ? The grapes are sour. ആ തേർഡ് വണ്ണ് കണ്ടോ? ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കണ്ടോ? ആ കോളത്തിലെ തേർഡ് വണ്ണാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് വണ്ണായിട്ട് തേർഡ് വണ്ണാണ് എഴുതേണ്ടത്. The grapes are sour. THE the GRAPES grapes. ARER SOUR
are sour. The grapes are sour. Finish. Finish ചെയ്തോ എല്ലാവരും? ഫിനിഷ് ചെയ്തോ? ഫിനിഷ് ചെയ്തു അല്ലേ? ഇനി സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ ഏതാണ്? ദ ക്ലവർ റാബിറ്റ് ആണ് അല്ലേ? ദ ക്ലവർ റാബിറ്റ് ആണ് അല്ലേ? ആ പണ്ട് കാലത്ത് കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ് അല്ലേ? കാട്ടിലെ രാജാവാരാ? സിംഹം അല്ലേ? പക്ഷെ ദുഷ്ടനായ രാജാവാണെങ്കിൽ എന്ത് പറ്റും? മൃഗങ്ങളെ ഉപദ്രവിക്കൂല്ലേ? അതേപോലെ ഒരു രാജാവായിരുന്നു ഈ കാട്ടിലും ഉണ്ടായിരുന്നത്. കാട്ടില് എന്താണ് ചെയ്യുന്നത്? മൃഗങ്ങളെ എല്ലാം ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊന്ന് തിന്നുമായിരുന്നു. വേട്ടയാടി അതുങ്ങളെ കഴിക്കുമായിരുന്നു അല്ലേ? ഇത് കണ്ടിട്ട് എന്ത് പറ്റി? മൃഗങ്ങളൊന്നും പുറത്തോട്ട് ഇറങ്ങുന്നില്ല. മൃഗങ്ങളൊന്നും പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി എന്ത് പറ്റും? രാജാവ് തങ്ങളെ പിടിച്ചു തിന്നുമല്ലോ എന്നോർത്തിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ അവരുടെ വീട്ടില് പേടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലേ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലേ? അന്നേരം അവരൊരു മീറ്റിംഗ് വെച്ചു അല്ലേ? മൃഗങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചു. മൃഗങ്ങൾ മീറ്റിംഗ് വെച്ചിട്ട് എന്നാ പറഞ്ഞു? ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരിയാവൂല, എന്തെങ്കിലും പോംവഴി കിട്ടണം അല്ലേ? ഇല്ലെങ്കിൽ വീട്ടിനുള്ളിൽ എന്ത് പറ്റും? വീട്ടിനുള്ളിൽ ഇരുന്നാ എന്ത് പറ്റും? ഭക്ഷണം കഴിക്കണ്ടേ അല്ലേ? ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ചത്തുപോകും അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയാം. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് രാജാവിന് ഭക്ഷണം ആയിക്കൊള്ളാം അല്ലേ? രാജാവ് വേട്ടയാടണ്ട, ഗുഹയ്ക്കുള്ളിൽ തന്നെ ഇരുന്നാ മതി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ദിവസം വന്ന് രാജാവിന് ഭക്ഷണമായിക്കൊള്ളാം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് പോകുമായിരുന്നു. പോകുമ്പോഴുണ്ട് ഒരു ദിവസം ഒരു കുഞ്ഞു മുയലിന്റെ ദിവസം വന്നു. കുഞ്ഞു മുയലിന്റെ ദിവസം വന്നപ്പം കുഞ്ഞുമുയലിന് എന്നാ? അങ്ങനെ തന്നെ കൊന്നു തിന്നണ്ട അല്ലേ? എനിക്ക് അങ്ങനെ രാജാവിന്റെ ഭക്ഷണമാകണ്ട എന്ന് വിചാരിച്ച് കുഞ്ഞുമുയൽ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് നടക്കുവാണ്. അങ്ങനെ ആലോചിച്ച് നടന്നപ്പോൾ ഒരു ഐഡിയ കിട്ടി അല്ലേ? എന്താണ് ഐഡിയ? വേഗം രാജാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അന്നേരം രാജാവ് ഇങ്ങനെ തന്റെ ഇരയെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുവായിരുന്നേ. രാജാവിന് ദേഷ്യം വന്നു. നീ എന്താ ലേറ്റ് ആയേന്ന് ചോദിക്കും. അന്നേരം മുയല് പറയും, ഞാൻ പോരുന്ന വഴിക്ക് ഒരു സിംഹം എന്നെ പിടിച്ചു തിന്നാൻ നോക്കി, പക്ഷെ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ ഇവിടുത്തെ രാജാവിന്റെ ഭക്ഷണമാണ്, നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞു അല്ലേ? അന്നേരം എന്താ മറ്റേ സിംഹം പറഞ്ഞു പോലും, ഈ രാജാവ്, നിങ്ങളുടെ രാജാവ് മണ്ടനാണ് അല്ലേ? വെറുതെ ഗുഹയിൽ ഇരുന്നിട്ട് വേട്ടയാടാതെ മൃഗങ്ങളെ പിടിച്ചു തിന്നുവാണ്. അവൻ മണ്ടൻ രാജാവാണ് അല്ലേ? തെറ്റായ രീതിയിൽ രാജാവിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ? അന്നേരം ചോദിച്ചു, എന്താണ് എന്റെ രാജാവിനെ കുറിച്ച് നീ എന്തിനാ ഇങ്ങനെ മോശമായിട്ട് പറയുന്നേന്ന് ചോദിച്ചു മുയല് ആ സിംഹത്തിനോട്. അന്നേരം പറഞ്ഞു, എന്താ പറഞ്ഞത്? ആ സിംഹം മടിയനാണ്, ഇരുന്നിടത്ത് ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുവാണ് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ രാജാവിന് എന്ത് പറ്റി? സിംഹരാജാവിന് എന്ത് പറ്റി? ഭയങ്കര ദേഷ്യമായി. എനിക്ക് അവനെ കാണണം എന്ന് പറയും. എന്നിട്ട് മുയല് ഒരു പൊട്ടക്കിണറിന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട്, ഇതിനുള്ളിൽ നിന്നാണ് രാജാവ് എന്നോട് വർത്താനം പറഞ്ഞ്, സിംഹം എന്നോട് വർത്താനം പറഞ്ഞെന്ന് സിംഹരാജാവിനോട് പറഞ്ഞു. അന്നേരം പൊട്ടക്കിണറ്റിലോട്ട് നോക്കിയപ്പോ ആരുടെ രൂപം അവിടെ കാണുന്നത്? നമ്മുടെ സിംഹരാജാവിന്റെ മുഖം തന്നെയാ കാണുന്നത്. പക്ഷെ സിംഹരാജാവിനെ മനസ്സിലായോ? ഇല്ലല്ലേ? മനസ്സിലായേ ഇല്ല. എന്നിട്ട് സിംഹരാജാവ് ഒച്ചയുണ്ടാക്കിയപ്പോ എന്താണ്? അവിടുന്ന് അതിന്റെ ആ സൗണ്ടിന്റെ ഇങ്ങോട്ട് തന്നെ ആ സൗണ്ട് തിരിച്ചു വന്നു. പക്ഷെ സിംഹം എന്താ വിചാരിച്ചേ? സിംഹരാജാവ് എന്താ വിചാരിച്ചേ? തന്നെ അവൻ, ആ കിണറ്റിലുള്ള സിംഹം തന്നെ പേടിപ്പിച്ചതാന്ന് വിചാരിക്കും. അന്നേരം സിംഹരാജാവിന് കലി വന്നിട്ട് സിംഹരാജാവ് എന്ത് ചെയ്തു? ആ പൊട്ടക്കിണറ്റിലോട്ട് എടുത്തു ചാടി അല്ലേ? എടുത്തു ചാടിയപ്പോ എന്ത് പറ്റി?
സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞു. മുയല് ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ആ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ആരെ രക്ഷിച്ചത്? മുയൽക്കുട്ടൻ രക്ഷിച്ചു അല്ലേ? അതാണ് ദ ക്ലവർ റാബിറ്റ്, ബുദ്ധിമാനായ മുയൽക്കുട്ടൻ അല്ലേ? അല്ലേ? സെക്കൻഡ് റൈറ്റ്. ഫസ്റ്റ് വൺ ആണേ, ആ കോളത്തിലെ ഫസ്റ്റ് വൺ ആണ് ദ ക്ലവർ റാബിറ്റ്. റൈറ്റ് ഓൾ ഓഫ് യു. ദ ക്ലവർ റാബിറ്റ്. The clever rabbit. Okay, miss. Finish. Third one. The fox and the crane. The fox and the crane. Third one ആണ്. The fox and the crane ആണ് അല്ലേ? ഒരിടത്ത് ഒരു കുറുക്കനും ഒരു കൊക്കും കൂടെ ഭയങ്കര കൂട്ടുകാരായിരുന്നേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറുക്കന്റെ പിറന്നാളായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നേ. ബർത്ത്ഡേക്ക് എന്ത് ചെയ്തു? സൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊക്കിനെയും കൂടെ തന്റെ വീട്ടിലോട്ട് വിളിച്ചു. ഞാൻ ഷോർട്ട് ആക്കിയിട്ടാട്ടോ പറയുന്നത്, ഇത്തിരി ഇതിലൊന്നും പറയുന്നില്ല, ഷോർട്ട് ആക്കിയാണ് മിസ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ്സില്. ഓക്കെ, ഷഖബറ എഴുതി കഴിഞ്ഞില്ലേ മോളൂസേ? വേഗം എഴുതണേ. സാവിയ ജോയ്, വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ, ക്ലാസ് ശ്രദ്ധിക്കുന്നേ. ഓക്കെ, എന്താണ് ഫോക്സ് ആൻഡ് ക്രെയിൻ അല്ലേ? ഫോക്സും ക്രെയിനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അന്നേരം ഒരു ദിവസം കുറുക്കന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ബർത്ത്ഡേക്ക് എന്ത് പറ്റി? ക്രെയിനെ തന്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു, സൂപ്പ് ഉണ്ടാക്കിയിട്ട് ക്ഷണിച്ചു. അന്നേരം ക്രെയിൻ കൊക്ക് ഭയങ്കര സന്തോഷത്തോടെയാ വന്നത്. തന്റെ കൂട്ടുകാരൻ വിളിച്ച വിരുന്നിന് ആരെങ്കിലും വിഷമിച്ചു പോവോ? ഇല്ലല്ലോ, എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ക്രെയിൻ ചെന്നത്. പക്ഷെ എന്നാ ചെയ്തു? കുറുക്കൻ ഒരു പരന്ന പ്ലേറ്റിലാണ് എന്ത് കൊടുത്തത്? സൂപ്പ് കൊടുത്തത്. പക്ഷെ കൊക്കിന് അങ്ങനെ കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ പറ്റിയല്ലോ അല്ലേ? കൊക്കിന് ഇങ്ങനെ കുപ്പി പോലെയുള്ളതില് കുടിക്കാൻ പറ്റുള്ളൂ. കൊക്കിന് ഭയങ്കര നാണക്കേടായി. കൊക്കിന് ഇതെന്ത്? കുറുക്കനോട് ഭയങ്കര ദേഷ്യം തോന്നി. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാതെ കൊക്ക് തിരിച്ചു പോന്നു. എന്നിട്ട് തന്റെ ബർത്ത്ഡേക്ക് കുറുക്കനെ വിളിച്ചു. കുറുക്കനെ വിളിച്ചിട്ട് നല്ല പായസം ഉണ്ടാക്കി അല്ലേ? കൊക്ക് എന്നാ ഉണ്ടാക്കിയത്? പായസം ഉണ്ടാക്കി. പായസം ഉണ്ടാക്കിയിട്ട് എന്ത് പറ്റി? കുറുക്കനെ വിളിച്ചു, തന്റെ ബർത്ത്ഡേ ആന്നും പറഞ്ഞോണ്ട് അല്ലേ? ബർത്ത്ഡേ ആന്നും പറഞ്ഞ കുറുക്കനെ വിളിച്ചു. കുറുക്കൻ വന്നു കഴിഞ്ഞപ്പോ ഒരു കുപ്പിക്കകത്താക്കി കൊടുത്തു. എന്ത്? പായസം അല്ലേ? കുറുക്കന് കുടിക്കാൻ പറ്റുമോ? കുറുക്കന് ഒരു രക്ഷയില്ല അല്ലേ? കുറുക്കൻ അങ്ങനെ ഇങ്ങനെ എല്ലാം നോക്കിയിട്ടൊന്നും അത് കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ തന്റെ പ്രതികാരം ചെയ്തു. ആര്? കൊക്ക് അല്ലേ? തന്നെ നാണം കെടുത്തിയതുപോലെ തന്നെ കുറുക്കനെ നാണം കെടുത്തി അല്ലേ? അതാണ് ദ ഫോക്സ് ആൻഡ് ദ ക്രെയിൻ. തേർഡ് വൺ. റൈറ്റ് ഓൾ ഓഫ് യു. ആ കോളത്തിലെ സെക്കൻഡ് വൺ ആണ് ദ ഫോക്സ് ആൻഡ് ദ ക്രെയിൻ. ആ കോളത്തിലെ സെക്കൻഡ് വൺ ആണ് ദ ഫോക്സ് and the crane. THE the FOX fox, AND and THE the CRANE crane. The fox and the crane. അനാമിക എഴുതുന്നില്ലേ? അമ്മയാണോ എഴുതുന്നേ? അനാമിക, ഈ റസി യൂസഫ് എന്തേ വീഡിയോ ഓൺ ചെയ്യാത്തെ? വടയാപ്പൻ റസി അവിടെ ഇരുന്ന് കുരുത്തക്കേട് ഒപ്പിക്കുമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ വീഡിയോ ഓൺ ആക്കൂലാത്ത നിങ്ങള്. ജോയൽ ആൻഡ് ജോവിൻ, what happened? Joel and Jovin, what happened? Please on the video. Do fast.
വീഡിയോ ഓൺ ആവുന്നില്ല ടീച്ചറെ. ഇല്ലേ? ഓക്കെ ഓക്കെ. Miss. യെസ്, ഫിനിഷ് ചെയ്തില്ലേ? Yes. ഞാൻ Okay. മുഴുവൻ എഴുതിക്കഴിഞ്ഞേ. ഓക്കെ. ഞാനും ഓക്കെ. എഴുതി കഴിഞ്ഞു. ഫോർത്ത് വൺ, ലുക്ക് ഫോർത്ത് വൺ. ദ മങ്കി ഹേർട്ട് അല്ലേ? ഒരു മങ്കിയുടെ ഹൃദയം അല്ലേ? അല്ലേ? ആ, എന്താണ് അതിന്റെ കഥ? ഒരു അത്തിമരത്തില് ഒരാള് താമസിച്ചിരുന്നു. ആരായിരിക്കും? ആരാ താമസിച്ചിരുന്നേ? ക്രൊക്കോഡൈലാണോ? മങ്കി. ആ, മങ്കി അല്ലേ? മങ്കിയായിരുന്നു താമസിച്ചിരുന്നത് അല്ലേ? അത്തിമരത്തില് അല്ലേ? അന്നേരം അതിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പുഴയിലുണ്ടായിരുന്നു അല്ലേ? ആ, മുതല, കുരങ്ങൻ. ആ, മുതല ഉണ്ടായിരുന്നു അല്ലേ? ആ, അന്നേരം ഉണ്ടല്ലോ, ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അന്നേരം ഈ അത്തിക്ക ഇല്ലേ, അത്തിമരത്തിൽ എന്താ ഉണ്ടായിരുന്നേ? അത്തിക്ക. അത്തിപ്പഴം ഉണ്ടാവൂലേ? അന്നേരം ഇത് തിന്നുമ്പോ ഭയങ്കര ടേസ്റ്റാന്നാ പറയുന്നത്. ഇതിന് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഓക്കെ. ആ, ഇവിടെ ആദിത്യ അനൂപ് കഴിച്ചിട്ടുണ്ട്. പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? കഴിച്ചിട്ടുണ്ടോ ആദിത്യ? ആ, നല്ല ടേസ്റ്റ് ആണോ അതിന്? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റ് ആണല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ആ, അങ്ങനെ അന്നേരം ഈ മുതലയും മങ്കിയും ഭയങ്കര കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരായിരുന്നപ്പോ എന്ത് പറ്റി? ഈ അത്തിപ്പഴം എല്ലാ ദിവസവും ഈ മുതലയുടെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു. കൂട്ടുകൂടാൻ എന്നും മങ്കീനെ കാണാൻ വേണ്ടിയിട്ട് മുതല വരുമായിരുന്നു. അന്നേരം ഈ കുരങ്ങന്റെ അടുത്ത് കുരങ്ങൻ എല്ലാ ദിവസവും മുതല വീട്ടിലോട്ട് പോകുമ്പം ഈ അത്തിപ്പഴവും കൂടെ കൊടുത്തു വിടുമായിരുന്നു. അന്നേരം അത്തിപ്പഴം കൊടുത്തു വിട്ട് ഭാര്യയ്ക്ക് ഭയങ്കര എന്താണ്, ഈ കുരങ്ങന്റെ ഹൃദയം ഈ അത്തിപ്പഴം പോലെ ആയിരിക്കും അല്ലേ? അല്ലേ? അതുകൊണ്ട് എനിക്ക് ആ ഹൃദയം വേണമെന്ന് പറയും. ഹൃദയം വേണമെന്ന് പറയും. അന്നേരം ഈ കുരങ്ങനെ എങ്ങനെയും വീട്ടിലെത്തിച്ചാലല്ലേ ഹൃദയം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്നിട്ട് ഈ മുതല എന്ത് ചെയ്യും? ഒരു ദിവസം പതിവ് പോലെ തന്നെ കുരങ്ങന്റെ അടുത്തോട്ട് ചെന്നിട്ട് തന്റെ വീട്ടില് എന്താണ് ഒരു പാർട്ടി ഉണ്ട് അല്ലേ? നീ വരണം, ഭാര്യയ്ക്ക് നിന്നെ കാണണം, ഇത്രയും നല്ല അത്തിപ്പഴം തന്നു വിടുന്നതല്ലേ, നിന്നെ കാണണം എന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ കുരങ്ങനെ സന്തോഷത്തോട് കേറുവാണ്. ആദ്യമായിട്ട് കൂട്ടുകാരൻ വീട്ടിലോട്ട് വിളിക്കുന്നതല്ലേ അല്ലേ? വിളിക്കുമ്പം എന്ത് പറ്റും? കുരങ്ങൻ മുതലയുടെ മോള് കയറി ഇങ്ങനെ പോകുന്ന വഴിക്ക് മുതല പറയുവാണ്, അയ്യടാ അയ്യ, നല്ല ഈ ഹൃദയം ഭാര്യയ്ക്ക് കൊടുക്കാലോ, ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷാകൂലോ എന്നൊക്കെ പറയും. അന്നേരമാണ് തനിക്ക് പറ്റിയ അബദ്ധം കുരങ്ങന് മനസ്സിലാകുന്നത് അല്ലേ? മുതല ഇങ്ങനെ പറയുമ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. കുരങ്ങൻ പറയും, അയ്യോ എന്റെ ഹൃദയം എവിടെയാ വെച്ചേക്കുന്നത്? മരത്തെ വെച്ചേക്കും, അത് എടുത്തില്ല എന്ന് പറയും അല്ലേ? മണ്ടനായ മുതല അത് വിശ്വസിച്ച് എന്തു പറ്റും? കരയെ കൊണ്ട് വിടും കുരങ്ങനെ. കുരങ്ങൻ വേഗം ചാടി മരത്തെ കയറിയിരിക്കും. എന്നിട്ട് പറയും, മണ്ട, ആരെങ്കിലും ഹൃദയം മരത്തെ വെക്കുവോ അല്ലേ? ആരെങ്കിലും ഹൃദയം മരത്തെ വെക്കുവോ? ആരും വെക്കിയല്ലേ അല്ലേ? അങ്ങനെ മുതല ചമ്മി വീട്ടിലോട്ട് പോയി അല്ലേ? തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് ചമ്മി വീട്ടിലോട്ട് പോയി. അതാണ് ഫോർത്ത് വൺ. ഏതായിരിക്കും അത്? ലാസ്റ്റ് വൺ ആണ്. ദ മങ്കീസ് ഹേർട്ട് ആണ് ലാസ്റ്റ് വൺ. ഫോർത്ത് വണ് ലാസ്റ്റ് വൺ ആണ്. ആ യെല്ലോ കോളത്തില് ലാസ്റ്റ് വൺ. ദ മങ്കീസ് ഹേർട്ട്. എന്താ ബിയോണ വിനോബിളെ? ഇനി ലാസ്റ്റ് വണ്, ദ ഹെയർ ആൻഡ് ദ ടോട്ടോയിസ്. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് അല്ലേ? ഓട്ടമത്സരം അല്ലേ? ഓട്ടമത്സരം നമ്മൾ പണ്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ആരൊക്കെയാണ് ഓട്ടമത്സരം വെച്ചത്? ആരൊക്കെയാണ്? അമ്മയും മുയലുമാണല്ലേ? അമ്മയും മുയലും ഓട്ട മത്സരം വെക്കും അല്ലേ? എന്തോ
ആമയും മൊയിലുമാണ് അല്ലേ? ഓട്ട മത്സരം വെക്കും. അന്നേരം മൊയിൽ ഓർക്കുന്ന എനിക്ക് ഭയങ്കര സ്പീഡല്ലേ, അതുകൊണ്ട് വേഗം ജയിക്കാലോ. ആമ എന്താണ്, പതുക്കെ പതുക്കെ നടന്നു പോകുള്ളൂ അല്ലേ? ശ്രദ്ധിക്കണേ. ഓക്കെ ഓക്കെ മോളൂസെ, ബിയോണ മ്യൂട്ട് ചെയ്യണം മോളൂസെ, സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആമയും മൊയിലും കൂടെ ഓട്ട മത്സരം വെക്കും കേട്ടോ. ഓട്ട മത്സരം വെക്കും. റെഡി, 1 2 3 സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെ ഓടി ഓടി ഇങ്ങ് പോകുമ്പം മൊയല് തിരിഞ്ഞു നോക്കുമ്പോ ആമേനെ കാണുന്നുണ്ടോ? ആമ പതുക്കെ അല്ലേ വരുള്ളൂ അല്ലേ? ആമ പതുക്കെ വരുള്ളൂ. അന്നേരം മൊയിലോർത്തു തനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം അല്ലേ? ആമ പതുക്കെ വരുമ്പോഴത്തേക്ക് ഉറങ്ങി റെസ്റ്റ് എടുക്കാന്ന് ഓർത്ത് ഇരിക്കുമ്പോ എന്ത് പറ്റും? റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോ എന്താ പറ്റിയത്? ഉറങ്ങിപ്പോയി അല്ലേ? ആരാ ഉറങ്ങിപ്പോയത്? ആമയാണോ ഉറങ്ങിപ്പോയത്? അല്ല, മൊയലല്ലേ? മൊയല് ഉറങ്ങിപ്പോയി. പക്ഷെ ആമയെ റെസ്റ്റ് എടുത്തോ? ഇല്ല. പതുക്കെയാണേലും അത് തനിക്ക് പറ്റുന്ന അത്ര സ്പീഡിൽ നടന്ന് എന്ത് പറ്റി? ആമ ജയിച്ചു. പക്ഷെ ആരാ തോറ്റത് അവിടെ? മൊയലല്ലേ? മൊയല് ഉറക്കം എണീറ്റ് ഓടി ചെല്ലുമ്പോ എന്ത് പറ്റി? ട്രോഫിയും പിടിച്ച് ആരാ നിക്കുന്ന അവിടെ? ആമയാണ് നിക്കുന്നത്. തന്റെ കഴിവിൽ അഹങ്കരിക്കരുതെന്നല്ലേ പറയുന്നത് അല്ലേ? തന്റെ കഴിവിൽ അഹങ്കരിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. ഇനി 5th വൺ എഴുതിക്കോ. ദ ഹെയർ ആൻഡ് ദ ടൊർട്ടോയിസ്. ദ ഹെയർ ആൻഡ് ദ ടൊർട്ടോയിസ്. ലാസ്റ്റ് സെക്കൻഡ് വൺ ആണേ. സെക്കൻഡ് വൺ. അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. നേരെ ഇരിക്കണം എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് ഞാൻ അറ്റൻഡൻസ് എടുക്കുവാണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, മിസ് അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നോ കേട്ടോ. എന്നിട്ട് ഇരിക്കുന്നതിന്റെ ക്ഷീണമല്ല മാറുവേ. ജിയ റോസ്, ആദിത് അനൂപ്, സിത, അയാൻ വിജേഷ്. ഓക്കെ, സിറ്റ്. അമൃത. ഓക്കെ. റിച്ചാർഡ് സിജോ. ഇനി നെക്സ്റ്റ് പീരീഡ് നമ്മുടെ ആ ലാസ്റ്റ് പേജിലെ ഐ ലവ് മൈ ഇന്ത്യ, അത് ST ഉണ്ട്, ക്ലാസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് പീരീഡ് അലൻ ജോസഫ്. പഠിച്ചിട്ട് വരണം കേട്ടോ. അത് ഈസി അല്ലേ പഠിക്കാന്? ട്രൈ കളർ, ലോട്ടസ്, പീകോക്ക്, ബനിയൻ ട്രീ, ടൈഗർ. ഇത്ര ഉള്ളു കേട്ടോ. ദേവാങ്, ലാസ്റ്റ് പീരീഡ് ഇല്ലേ നമ്മുടെ 4:45. നിയാദാസ്, ആയുഷിനെ വിളിച്ചില്ലേ? നിയാദാസ്, ബിയോണ വി നോബിൾ. ഓക്കെ. ജോയിൽ ആൻഡ് ജോവിൻ. ഓക്കെ. അമാൻ മാധവ്. സാവിയോ ജോയ്. യെസ്. അനുഗ്രഹ ബ്രിജിത്ത്.
Abel Matthew. Okay. Hadi Haider. Razin Yusuf. Anamika Piraj. Teacher. Okay. Sakhabara. Kumara. Anamika. Ara. Okay. Ishad. Ishad. Devasha. Aifuna. Present teacher. Okay. Salman Nasser. Afras PK. Okay. Anvida K. Present teacher. Okay. Muktad. Fatima KM. Sarah. കുട്ടികൾ കുറവാണല്ലോ, ഇത് പറ്റി? ഓക്കെ, മിസ് അതൊന്ന് വായിച്ചു തരാം. ലിസൺ ഹിയർ. മിസ്സിന്റെ കൂടെ പറയണം കേട്ടോ. മിസ് ഓക്കെ, ലിസൺ. ഫസ്റ്റ് വൺ, ദ ഗ്രേപ്സ് ആർ സോർ. മിസ് 4 മണിക്കാണോ? 4:45 ക്ലാസ്സിലെ മോളൂസേ? 4:45. 4:45. ഓക്കെ. മിസ് എന്റെ പേര് വിളിച്ചിട്ടില്ല. ഷഹബറേനെ വിളിച്ചതാണല്ലോ. ഷഹബറേ ശ്രദ്ധിച്ചില്ല ക്ലാസ്സിലല്ലേ? ഓക്കെ. Listen, all of you. Say loudly. The grapes are sour. All of you say loudly. The grapes are sour. The grapes are sour. Second one, the clever rabbit. Anamika Piraj ഒന്നും പറയുന്നില്ല. The clever rabbit. The clever rabbit. The clever rabbit. The fox and the crane. The fox and the crane. The monkey's herd. The monkey's herd. The hare and the tortoise. The hare and the tortoise. Okay? Afras evade? Afras, please unmute Afras. ഒന്ന് വായിച്ചോ മോനൂസേ? വായിച്ചോ? വായിച്ചോ? റീഡ്. ഫസ്റ്റ് വൺ എന്താണ്? എന്താണ്? The grapes are sour. Say loudly. The grapes are sour. Second one എന്താണ്? The clever rabbit. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയില്ലേ?
എഴുതി. അത് മിസ് പറഞ്ഞു തരുമ്പോ പറയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ച് പറഞ്ഞേ. ദ ക്ലവർ റാബിറ്റ്. മിസ് പറയുമ്പോ പറഞ്ഞ ഫ്രാസേ. ദ ഫോക്സ് ആൻഡ് ദ ക്രെയിൻ. The monkey's heard. The hare and the tortoise. വായിച്ച് പഠിക്കണം കേട്ടോ. അവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ ഇന്നത്തെ ഡേറ്റ് റീഡ് 5 times എഴുതിക്കോ. ടെക്സ്റ്റ് ബുക്കിന്റെ മുകളില്. ഓക്കെ. ആയുഷ് വിവി പ്ലീസ് അൺമ്യൂട്ട്. ആയുഷ് വിവി പ്ലീസ് അൺമ്യൂട്ട്. റീഡ്. പരീക്ഷ ഇടുന്നതോ? അതാണ് 192-ലെ ട്രൈ കളർ ലോട്ടസ് പീകോക്ക് ബനിയൻ ട്രീ ടൈഗർ. ഓക്കെ ആയുഷ്, വാട്ട് ആർ യു ഡൂയിങ് there? Read fast. വേഗം വായിക്ക്. വായിക്കാൻ അറിയില്ലേ? എന്നാ വേഗം വായിച്ചു വായിക്കേ. The grapes are sour. The grapes are sour. The clever rabbit. The clever rabbit. The fox and the crane. The fox and the crane. The monkey's heard. The hare and the tortoise. The hare and the tortoise. മിസ് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതാണ് കുഴപ്പം. ദേവാങ്ക പ്ലീസ് അൺമ്യൂട്ട്. ദേവാങ്ക റീഡ്. ദേവാങ്. The grapes are sour. The clever rabbit. The fox and the crane. The monkey Heard. heard. The hare and the tortoise. Very good. വായിച്ച് പഠിക്കണേ. വൈകുന്നേരം മിസ് വായിപ്പിക്കും. പീരീഡ് മിസ് വായിപ്പിക്കുന്നതായിരിക്കും. ബൈ. ഓക്കെ ബൈ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.